ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് ഗൈസ്. ഇന്ന് ഒരു സർപ്രൈസ് സാധനം വാങ്ങിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ വീട്ടിലേക്ക് വേണ്ടി ഒരു സാധനം വാങ്ങിക്കാൻ പോവാണ്. അതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. കൂടുതൽ സ്ത്രീകൾക്ക് എനിക്കും അമ്മയ്ക്കും ഉപകാരപ്പെട്ട സാധനമാണ് ഗൈസ്. ഇവരാണുങ്ങൾക്ക് അതൊരു ബാധകമല്ലല്ലോ. അപ്പോൾ എനിക്കും അമ്മയ്ക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്. കുഞ്ഞപ്പ സ്കൂളിൽ നിന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ദേ കുഞ്ഞപ്പ സ്കൂളിൽ നിന്ന് വന്നു. ദേ അവനെ റെഡിയാക്കി. അവൻ വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ചു. ചേട്ടൻ്റെ കൂടെ ബൈക്കിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബൈക്കിലാണ് പോണത്. നമ്മുടെ വീടിന് തൊട്ടടുത്ത് നിന്നാണ് വാങ്ങിക്കുന്നത്. കാരണം ദൂരെ നിന്നൊക്കെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ട്രാവലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൊണ്ടുവരാൻ ചാർജ് ചിലപ്പോൾ കൂടുതലായിരിക്കും. അതിലും ഭേദം നമ്മൾ അടുത്തത് എവിടെയെങ്കിലും വാങ്ങിക്കുന്നതല്ലേ. അപ്പം നമുക്ക് എന്താണ് സാധനം ഒന്ന് അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. കുഞ്ഞപ്പോയ് വാ 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 വേഗം വാ. കഴിഞ്ഞ പ്രാവശ്യം ഡ്യൂക്ക് നമ്മൾ ബൈക്ക് വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്കും വണ്ടിയിലിരുന്നിട്ട് സർപ്രൈസ് പൊളിക്കാൻ നോക്കിയിരുന്നു. കുഞ്ഞപ്പൻ ഇങ്ങനെ ഇടയ്ക്കിടക്ക് ക്ഷമയില്ല. അവൻ എന്താ സാധനം എന്ന് പറയാൻ മുട്ടി നിൽക്കുമായിരുന്നേ. ഇന്ന് കുഞ്ഞപ്പന് സർപ്രൈസ് ആണ്. എന്താ വാങ്ങിക്കാൻ പോണെന്ന് അവൻ ഒട്ടും അറിയില്ല. നമ്മള് പറയണ കേട്ടതായിരിക്കും അമ്മ പറഞ്ഞതിന്. ഗായ്സ്, അവനിപ്പോ എന്തെങ്കിലും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മായ്ച്ചു കളഞ്ഞോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. മിണ്ടാതിരിക്കടാ, എല്ലാം പൊളിക്കും. എന്തായാലും നമ്മൾക്ക് എവിടേക്കാണ് അവിടേക്ക് എത്താം. എവിടേക്കാണ് അവിടേക്ക് എത്താന്ന് ഗായ്സ്. അപ്പൊ നമുക്ക് സാധനം വാങ്ങിക്കാൻ പോവാം. ഗായ്സ്, നമുക്ക് ചെറിയൊരു പണി കിട്ടി. പണിയല്ല, നമ്മൾ ചെന്നിട്ട് അവിടെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവിടെ വലിയ കളക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. ചെറിയൊരു കുഞ്ഞിക്കടയായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, തിരിച്ച് വീട്ടിൽ വന്നു. എൻ്റെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി ഇതൊക്കെ സെയിൽ നടത്തുന്നത്. അപ്പോൾ പുള്ളിനോട് നല്ലോണം ചോദിച്ചു മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇന്ന് വീണ്ടും പോവുകയാണ്. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞപ്പൻ ഇന്ന് സ്കൂളിൽ പോയി. കുഞ്ഞപ്പനെ സ്കൂളിലാക്കിയിട്ട് നമ്മൾ പിറ്റേ ദിവസം ഇറങ്ങിയതാണ്. ചേർത്തലയല്ലേ പോകുന്നത്? ചേർത്തലയിൽ നിന്നാണ് ഗൈസ് വാങ്ങിക്കുന്നത്. നമുക്ക് ചേർത്തലയിൽ പോയി വാങ്ങിക്കാം. നോക്കി സെലക്ട് ചെയ്തൊക്കെ വാങ്ങിക്കാം. എനിക്കിവിടെ കുറേ കണ്ണ് നിറച്ച് കാണണം. എന്നിട്ട് എനിക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കണം. അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ. എൻ്റെ പൊന്നെ, കണ്ണ് കാണാൻ പറ്റുന്നില്ല ഗൈസ്. അങ്ങനത്തെ അവസ്ഥയാണ്. കണ്ണടച്ച് പിടിച്ച് കുഞ്ഞെ, നിങ്ങൾ കണ്ണടച്ച് ഓടിക്കല്ലേ? നിങ്ങൾ ബൈക്ക് വെച്ചിട്ടുണ്ടാ? നിങ്ങൾ കണ്ണടച്ച് ഓടിച്ചാൽ ഭയങ്കര പൊടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊടി. നമ്മൾ തുറവൂരാണ്. ആ ഫ്ലൈ ഓവറിന്റെ മേൽപ്പാലത്തിന്റെ പണി നടക്കുമല്ലേ. അപ്പൊ മേൽപ്പാലത്തിന്റെ പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര പൊടിയാണ് ഗൈസ് ഇവിടെ. ഇവിടെ റോഡ് പണി തുറവൂർ കഴിഞ്ഞ് കേട്ടോ. തുറവൂർ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടായി. നമ്മൾ ചേർത്തലക്കല്ലേ പോണത്. ഭയങ്കര പൊടിയാണ്. എൻ്റെ കണ്ണിൽ വീണ്. അയ്യോ, ചില്ലിടാം. അച്ഛ ചില്ലിട്ടോ. ചില്ലില്ലേ? അച്ഛയുടെ ഹെൽമെറ്റിൽ ചില്ലില്ല. എൻ്റെ പുതിയ ഹെൽമെറ്റ് ആയതുകൊണ്ട് എനിക്ക് ചില്ലുണ്ട് ഗൈസ്. ഭയങ്കര പൊടിയാണ് ഇവിടെ. അത് തന്നെ, എവിടെയെങ്കിലും നിർത്തിയൊരു കണ്ണട വാങ്ങിക്കണം. കാറിൽ പോണതിൻ്റെ സുഖം എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ നമ്മൾ ചേർത്തലെത്തി. മനോരമക്കവല എന്നൊക്കെ പറയും. മനോരമക്കവല. ഫോൺ മൊത്തം പൊടി പിടിച്ച് കേട്ടാ. നിങ്ങൾ ഫോണിൻ്റെ കോലൊന്ന് കാണണം ഗൈസ്. മൊത്തം പൊടി പിടിച്ചിരിക്കുകയാണ് ഈ റോട്ടിൽ കൂടി വന്നിട്ട്. ഏതാണ് കടയെന്ന് എനിക്കറിയത്തില്ല. അച്ഛൻ എന്നെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട്. അച്ഛൻ പറയുന്നത് കാണുന്ന ഏതെങ്കിലും കടയിൽ കയറാന്നാണ് ഗൈസ്. അതെ, ദേ ഒരു ചേട്ടൻ മീൻ ഉണക്കുന്നു. മീൻ വിൽക്കാൻ നോക്കുന്നു. അല്ല, ഞാനിങ്ങനെ കൈകൊണ്ട് ഇതാക്കണമെന്ന് കണ്ടപ്പോഴേ ഇനി ഉണക്കുവാണെന്ന് നോക്കൂ. കോളേജിൽ പോയ ഓർമ്മകളൊക്കെ വരികയാണ് ഗൈസ്. ഇവിടെ കൂടിയാണ് ഞങ്ങൾ കോളേജിലൊക്കെ പോയത്. ഞങ്ങളല്ല, അല്ലേ അച്ഛേ? മൈജി എന്നാണല്ലേ? ഓ ഗൈസ്, നമ്മൾ മൈജി എന്നാണ് കേട്ടോ വാങ്ങിക്കാൻ പോകുന്നത്. അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഉറപ്പില്ല, നമ്മൾ കയറി നോക്കട്ടെ. നല്ല കളക്ഷൻസ് ആണ്. എങ്ങനെയാണ് വില എന്നൊക്കെ നോക്കട്ടെ. ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല. മൈജി ഗൈസ്. അപ്പോൾ നമ്മൾ മൈജിയിൽ കയറാതെ നേരെ ഓപ്പോസിറ്റ് മെട്രോ ഏജൻസീസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട് കേട്ടോ. അപ്പോൾ ഈ കടയിലൊന്നും ആദ്യം കയറി നോക്കാം. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കയറാം. അവരെത്തും പിടിയില്ലാണ്ട് കിടക്കാണ് ഗൈസ്. ബാച്ചേ നമ്മളെത്തി ഗൈസ്. അച്ചായി അവിടെ ഡിസ്കസ് ചെയ്യാണ്. അച്ചായിയുടെ മനസ്സിൽ കുറേ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവരോട് പറഞ്ഞു നോക്കുകയാണ് കേട്ടോ. തണുപ്പുണ്ടോ നോക്കട്ടെ ഗൈസ്. ഇതിന് തണുപ്പില്ല. ഇത് തണുപ്പില്ലാത്ത ഫ്രിഡ്ജാണ് ഗൈസ്. ഇതിന് എത്ര രൂപയെന്ന് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്. MRP 19 രൂപ. നമുക്ക് മേടിക്കുവാണെങ്കിലും ഡബിൾ ഡോറിൻ്റെ ആവശ്യമുണ്ടോ? 90, 74, 109. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറേ സാധനങ്ങൾ, ഫ്രിഡ്ജുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട്. അതിലൊരു സാധനമാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. വൈകുന്നേരമോ? മതി. പറഞ്ഞു. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ സാധനം വരും കേട്ടോ. അപ്പോൾ സർപ്രൈസ് ആയിട്ട് വീട്ടിലെത്തിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്താണെന്ന്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് അതിന് ഉദ്ഘാടനം ചെയ്യും. ഇവർ അയക്കും, വണ്ടിയിൽ അയക്കും സാധനം വീട്ടിലേക്ക്.
അപ്പോൾ വീട്ടിലേക്ക് അയക്കുന്നതിന് വേറെ എക്സ്ട്രാ കോസ്റ്റ് ഒന്നും കൊടുക്കേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ വീട്ടിലേക്ക് വരട്ടെ. എനിക്കെന്തോ സന്തോഷം കൊണ്ട് എന്ത് പറയണമെന്നറിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ വന്ന സാധനം നമ്മൾ വാങ്ങിച്ചിരിക്കുകയാണ്. നമ്മൾ EMI ഗൈസ് വാങ്ങിച്ചത്. നമ്മൾ വെറും 1 രൂപയ്ക്കാണ് സാധനം വാങ്ങിച്ചിരിക്കുന്നത്. അതെ ഗൈസ്, 1 രൂപയ്ക്കാണ്. നമ്മുടെ ചേർത്തലയിൽ ഈ കോടതിക്കവലയിൽ ഏറ്റവും ഫേമസ് ആയിട്ടൊരു കടയുണ്ട് കേട്ടോ, വിജയൻസ് ഫുഡ് സ്റ്റോൾ അല്ലേ. ഫേമസ് ആയ കട എന്ന് പറഞ്ഞാൽ ചെറിയ കടയാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് ഗൈസ് ഇവിടുത്തെ ഫുഡിന്. ഇവിടുന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ നേരിട്ട് വന്ന് കഴിക്കുന്നതല്ലേ ചേ, ഞാനിതുവരെ നേരിട്ട് വന്നിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് പൊറോട്ട മതി ചേ, പൊറോട്ടയും ബീഫ് കറിയും മതി ഗൈസ്. നല്ല വിശപ്പോട്ട് ഞാൻ ആദ്യം ഒന്ന് നെറ്റാക്കി. എനിക്ക് സമയമില്ല, വർത്താനം പറഞ്ഞ് നിൽക്കാൻ എനിക്ക് സമയമില്ല. ഒരു രക്ഷയില്ല. ബിരിയാണി ഒരു രക്ഷയില്ല. അതായത് ചിക്കൻ്റെ ടേസ്റ്റ് അല്ല, ഇതിൻ്റെ റൈസിൻ്റെ ഫ്ലേവർ. ചില കല്യാണ വീട്ടിലൊക്കെ കിട്ടും. എൻ്റെ പൊറോട്ടയിൽ നിന്ന് അച്ചട ബിരിയാണി. അപ്പോൾ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാധനം വൈകുന്നേരം വീട്ടിലേക്ക് എത്തും. കുഞ്ഞപ്പൻ ഒരു 3:45 വീട്ടിൽ വരും കേട്ടോ. കുഞ്ഞപ്പൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാധനം എത്തുള്ളൂ. അപ്പോൾ അവന് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. നമ്മളൊരു വാഷിംഗ് മെഷീൻ മേടിച്ചിരിക്കുന്നതാണ് ഗൈസ്. അപ്പൊ ഇതാണ് നമ്മള് സർപ്രൈസ് പറഞ്ഞത്. വാഷിംഗ് മെഷീൻ ആണ് കേട്ടോ. തുണി കഴുകാണ് ഗൈസ്. തുണി കഴുകി നെഞ്ചും കൂടെ കിളക്കി കിടക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ സ്ത്രീകൾക്ക് ഉപകാരപ്പെടുമെന്ന്, അതാണ് ഞാൻ വാഷിംഗ് മെഷീൻ ആണ്. പക്ഷെ ഇതിപ്പോ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര എലിശല്യാണ് നമുക്കിവിടെ, ഭയങ്കരമായ എലിശല്യ. അപ്പൊ വർക്ക് ഏരിയയിലൊന്നും വെക്കാൻ പറ്റില്ല, ടെറസിന്റെ മുകളിൽ വേണം വെക്കാൻ. അപ്പൊ ആ ടെറസിന്റെ മുകളിൽ നമ്മൾ ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇതിപ്പോ നിങ്ങൾ തുറന്ന് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് കയറ്റാൻ പാടായിരിക്കും. അപ്പൊ ഇതോടുകൂടി തന്നെ മുകളിലോട്ട് കയറ്റണം. അപ്പൊ ഇപ്പൊ അച്ഛനില്ല, അച്ഛനും കൂടി വന്നിട്ട് ചേട്ടനും അച്ഛനും കൂടി രണ്ടുപേരും കൂടി മുകളിലോട്ട് കയറ്റും എന്നാണ് ഇപ്പൊ ചേട്ടൻ പറയുന്നത്. അപ്പൊ നമ്മുടെ സാധനം ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. നമുക്ക് കുറച്ച് പ്ലംബിംഗ് വർക്കും പിന്നെ എന്താ വയറിംഗ് വർക്കും ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വീടിന്റെ മുകളിൽ ടെറസിന്റെ മുകളിലാണ് സാധനം വെക്കുന്നത്. ആ ഓട്ടോയിൽ വന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മൾ സാധനം വാങ്ങിച്ചതിന്റെ വൈകുന്നേരം തന്നെ ഓട്ടോയിൽ സാധനമൊക്കെ വന്നു. അപ്പൊ അത് കാണിച്ചു തരാം. ഇനി കൂടുതൽ അത് അൺബോക്സ് ചെയ്ത് തുറന്ന് കാണിച്ചു തരാം. എനിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. നമ്മൾ പറഞ്ഞ കളർ തന്നെയാണോ വന്നിരിക്കുന്നത്, പറഞ്ഞ ബ്രാൻഡ് തന്നെയാണോ എന്നൊക്കെ ഒന്ന് നോക്കണമല്ലോ. കല്ലും തൂക്കി പോയിടുന്നു കുഞ്ഞി. ഇത്രയും വെയിറ്റ് ഉള്ള സാധനമൊക്കെ ഇങ്ങനെ പൊക്കി നടക്കല്ലേ, ഷോൾഡറിന് പണി കിട്ടും. കാലിക്കവർ കൊണ്ട് ഷോ കാണിക്കാണ് ഗൈസ്. ആണ് നമ്മുടെ സാധനം. എന്റെ ഒരു പകുതി മുക്കാലോളം പൊക്കമുണ്ട് ഗൈസ്. കാണിച്ചു തരാം. ഇത് തുറന്ന് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ശ്രീഹരി അതിൻ്റെ കയറി ഒളിച്ചിരിക്കായിരുന്നു ഗൈസ്. കുഞ്ഞപ്പൻ ഇന്നില്ല, കുഞ്ഞപ്പൻ സ്കൂളിൽ പോയേക്കുവാണ്. ശ്രീഹരി ഉണ്ട്, ശ്രീകുട്ടനുണ്ട്, ചേട്ടനുണ്ട്, എല്ലാരും ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പൊ ഈ സാധനം ഞാൻ കാണിച്ചു തരാം. സർവീസ് സെന്ററിൽ നിന്ന് ആള് വന്നു, അവരെല്ലാരും ഫിറ്റ് ചെയ്തു, എല്ലാം റെഡിയാക്കി തന്നിട്ട് അവര് പോയി. അതന്നെ നമ്മുടെ ബൈക്ക് നമ്മൾ ഡ്യൂക്ക് വാങ്ങിച്ചിട്ട് അത് അൺബോക്സ് ചെയ്തില്ലേ, അപ്പൊ അതുപോലെ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. 1 മിനിറ്റ് കാണിച്ചു തരാം ഗൈസ്. അപ്പൊ അച്ചായാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. റെഡി 1 2 3 സ്റ്റാർട്ട്. പറയാ നമ്മുടെ സമ്പാദ്യത്തിൽ ആദ്യമായിട്ടല്ല ഗൈസ്, വാഷിംഗ് മെഷീൻ ആദ്യമായിട്ടാണ് നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. പക്ഷെ EMI ആണ് ഗൈസ്, മാസം മാസം അടച്ചു കൊടുക്കണം. റെഡി ക്യാഷ് ഒന്നുമല്ല. നിങ്ങളോട് മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. എന്താണ് തലയിട്ട് നോക്കണ വെള്ളം ഉണ്ടാ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ. വേൾപൂളിന്റെ വാഷിംഗ് മെഷീൻ ആണ്. അടിപൊളിയാണ് സാധനം. 7 കിലോ തുണി വരെ ഇടാന്നാണ് കമ്പനി അഭിപ്രായപ്പെടുന്നത്. നമുക്കിനി നമ്മളിതുവരെ കഴുകിയിട്ടില്ല കേട്ടോ. ഇന്നാണ് എല്ലാം സെറ്റ് ആക്കിയത്. ഇനി തുണിയൊക്കെ കഴുകി നോക്കണം. ഓൾറെഡി അതിന്റെ മുകളിൽ നോക്കിയ ഗൈസ്, ഞാൻ തുണി ഇന്നത്തെ രാവിലെ തന്നെ കഴുകി ഇട്ടായിരുന്നു. ഉദ്ഘാടനം ചെയ്യാൻ തുണിയില്ല. ഇനിയിപ്പോ നാളെ എന്തെങ്കിലും ഉള്ള തുണിയൊക്കെ കഴുകി. അതെ, ഇനി തുണി ഉണ്ടാകുമ്പോ കഴുകാനുണ്ടാവുമ്പോ നമുക്ക് കഴുകാം അല്ലേ. ഇതാണ് നമ്മുടെ വേൾപൂളിന്റെ അകത്തുള്ള ഭാഗം. വേൾപൂളിന്റെ പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ ഇത്. നമ്മള് കുറെ വാഷിംഗ് മെഷീൻ നോക്കി, അപ്പൊ നമ്മുടെ കയ്യില് ബഡ്ജറ്റ് ഒതുങ്ങുന്ന രീതിയിൽ ഇതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. വേറെയൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ അപ്പൊ അത്രയും പൈസ മുടക്കണ്ട. അപ്പൊ ഇത് ഒരു സാധാരണ ഒരു എമൗണ്ടിൽ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ്.
ടോപ്പ് ലോഡാണ്, മുകളിലാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ സൈഡിൽ ഓപ്പൺ ചെയ്യുന്നുണ്ടല്ലോ, ഫ്രണ്ട് ലോഡ് ഉണ്ടല്ലോ, അതല്ല, ഇത് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ആണ് ഗൈസ്. അപ്പൊ ഇതില് സോപ്പ് പൊടിയൊന്നും ഇടാൻ പാടില്ലെന്നാണ് അവര് പറഞ്ഞത്. എന്റെ പൊന്നെ, ഞാൻ സോപ്പ് പൊടി ഇട്ട് കഴിയാന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു എന്റെ പൊന്നു ഗൈസ്. 8ന്റെ പണി കിട്ടി. ഇതിന് ഇതിന്റേതായ ലിക്വിഡ് ഉണ്ട്, അതിട്ടേ തുണി കഴിക്കാവുള്ളൂ. മുഞ്ഞിൻകുത്തി താഴെ വീഴരുത്, അവിടെ സ്റ്റെപ്പ് ഉണ്ട്. ക്യാമറമാനോട് പറഞ്ഞാണേ. അല്ല, സോപ്പ് പൊടി ഇടാം, പക്ഷെ സോപ്പ് പൊടി ഇട്ടാൽ ഇതിന്റെ മെറ്റൽ പാർട്സ് ഒക്കെ ഡാമേജ് ആവുന്നു. അതെ ഗൈസ്, ഇവിടെ സോപ്പ് പൊടി ഇടാൻ എന്തെങ്കിലും കൂടെ കാണിച്ചു കൊടുക്കും. ഇവിടെ ഡിറ്റർജന്റ് കണ്ട, ഡിറ്റർജന്റ് എന്നൊക്കെ പറഞ്ഞ എഴുതി ഇവിടെ സോപ്പ് പൊടി ഇടാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ ഈ ഭാഗം എല്ലാം പയ്യെ പയ്യെ തുരുമ്പടിക്കും എന്നാണ് അവര് പറയുന്നത്. തുരുമ്പല്ലേ, വീടല്ലേ ചേ, പയ്യെ പയ്യെ തുരുമ്പടിക്കുമെന്ന് അവര് പറയണം. അപ്പൊ ഇതിന്റേതായ ലിക്വിഡ് തന്നെയായിട്ട് നമ്മൾ ഇത് കഴുകേണ്ടിയിരിക്കണം. പിന്നെ ഈ ഡിസ്പ്ലേ ഇതിന് ഭയങ്കര വിലയാണ്. ഇത് കാറ്റ് കൊള്ളരുത്, മഴ കൊള്ളരുത്, വെയിൽ കൊള്ളരുത് എന്ന് പറയുന്നുണ്ട്. മൊത്തത്തിൽ ഇത് നമ്മൾ കുഞ്ഞപ്പനെ നോക്കുന്ന പോലെ തന്നെ ഇതിനെ പൊന്നുപോലെ നോക്കണം. തുണി കഴുകാണ്ട് ഇതിന് എപ്പോഴും ഇങ്ങനെ മൂടി തന്നെ വെച്ചാലോ. പിന്നെന്തിനാ വാങ്ങിച്ചത്? ഞാൻ ഓർക്കണത് ശ്രദ്ധിക്കണം, കുറെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നേട്ടോ. ഇങ്ങനെ പോകണമെങ്കിൽ കുഞ്ചു ഇതിനെ ബെഡിൽ കൊണ്ട് കിടത്തും. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മേടിച്ചത് ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയില്ല. വാഷിംഗ് മെഷീൻ മേടിക്കുന്നു, തുണി കഴുകുന്നു, ഇടുന്നു. പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. ഇത് പെട്ടെന്ന് നശിഞ്ഞു പോകാണ്ട് നമ്മൾ നല്ലോണം കൊണ്ട് നടക്കണം, നല്ലോണം കൊണ്ടു നടക്കണം. ഗൈസ്, നിങ്ങൾ ഓർക്കും അയ്യോ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചാണ് ഇത്ര കിടന്ന് ഗുണഗുണാ പറയണേന്ന്. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു ഞാൻ വാഷിംഗ് മെഷീൻ മേടിച്ചില്ല. അപ്പൊ അത്രേ ഉള്ളു കേട്ടോ. പിന്നെന്താ, കുഞ്ഞപ്പടിയൊന്നുമില്ല സ്കൂളിൽ, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ വാഷിംഗ് മെഷീൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലയോന്ന്. നിങ്ങളുടെ വീട്ടിൽ ഏത് വാഷിംഗ് മെഷീൻ ഉള്ളതെന്ന് കമന്റ് ചെയ്യണം. നിങ്ങളുടെ വീട്ടിലെ വാഷിംഗ് മെഷീൻ കമന്റ് ചെയ്യണം. പിന്നെ വാങ്ങിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഗൈസ്. പിന്നെ എന്താ പറയാൻ വന്നത്, ഞാൻ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും തുണി കഴുകി കാണിച്ചു തരാമേ. അയ്യോ, എനിക്ക് വട്ടാണെന്ന് എല്ലാവരും ഓർക്കും. എപ്പോഴെങ്കിലും ഞാൻ തുണി കഴുകി നിങ്ങൾക്ക് ഒരു ഷോർട്സ് ആയിട്ടെങ്കിലും കാണിച്ചു തരാം. കുറെ ഓപ്ഷൻ ഉണ്ട്, 10-14 ഓപ്ഷൻ ഉണ്ട്. സാധാരണ കഴുകുന്നത് കമ്പിളിപ്പുതപ്പ് മാത്രം, ജീൻസുകൾ, ഹെവി ആയിട്ടുള്ള സാധനം മാത്രം കഴുകാം. അങ്ങനെ പല പല രീതിയിൽ കഴിയാൻ ഒരു 10-14 ഓപ്ഷൻസ് ഉണ്ട്. 12 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ നെക്കി ഇങ്ങനെ കൊടുക്കണം. ജീൻസ് ഇടണമെങ്കിൽ ആ ഓപ്ഷൻ നിൽക്കണം, അത് നിൽക്കണമെങ്കിൽ ഇത് നിൽക്കണം. മൊത്തം ഇതാണ്. അപ്പൊ ഞാൻ നിങ്ങൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഇതാണ് അപ്പൊ ഞങ്ങൾ ആദ്യമേ പറഞ്ഞ പുതിയൊരു സർപ്രൈസ്. വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി കൂടി വരാൻ പോണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിതായിരുന്നു. അപ്പൊ അത്രയുള്ളൂ. ബൈ ബൈ, സീ യു.